എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ അവസാന ചാപ്റ്ററാണ്, SCRT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ് ബേസിക് സയൻസിലെ 8ാം അധ്യായമായ തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അധ്യായത്തോടു കൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത മൊഡ്യൂൾ ശബ്ദം, അതിനുശേഷം പ്രകാശം, അതിനുശേഷം മനുഷ്യ ശരീരങ്ങളും അവയവങ്ങളും എന്നുള്ള ബയോളജിയുടെ ആ ഒരു മൊഡ്യൂളോട് കൂടി നമ്മുടെ ഈ ഒരു SCRT സീരീസ് അവസാനിക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ബയോളജി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 1-2 എപ്പിസോഡ് കൊണ്ടൊന്നും തീരില്ല. പക്ഷേ നമുക്കിനി ഒരു 3 മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മളെ സിലബസ് പ്രകാരമുള്ള മുഴുവൻ SCRT ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടായ പോലെ മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാകുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. തിങ്കളും താരങ്ങളും, 6ാം ക്ലാസ് സയൻസിലെ 8ാമത്തെ അധ്യായമായ തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്റർ. ഇവിടെ ഒരു കുട്ടിയുടെ ഡയറിയാണ്. ജനുവരി 8 ചൊവ്വ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടിയുടെ വാന നിരീക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു ഡയറിയാണ്. ജസ്റ്റ് വായിച്ച് മാത്രം പോവാം. ആകാശ കാഴ്ചകൾ എന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുദിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? എല്ലാ ദിവസവും സൂര്യൻ പകൽ സമയത്ത് ആകാശത്തുണ്ടാവും. ചന്ദ്രനോ ഒരു ദിവസം തേങ്ങാപ്പോള് പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, വേറൊരു ദിവസം സന്ധ്യക്ക് പൂർണ്ണവട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ. നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ഒന്നും പോയിൻ്റ് നമുക്കൊന്നും പഠിക്കാനില്ല. അത് ജസ്റ്റ് ആ ബേസിക് കുട്ടിയുടെ ഒരു ഡയറിയാണ്. ഇനി ഇത് വെച്ചാണ് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഡയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ട് 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഭൂമിക്ക് ഗോളാകൃതിയാണ്. നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഭൂമി എന്താണ്? ഒരു ഗോളമാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണ്. ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് നമുക്ക് ഭൂമിക്കും ചന്ദ്രനൊക്കെ പ്രകാശം ലഭിക്കുന്നത്. ഇനി ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ? നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇല്ല. ഭൂമി എന്താണ്? ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെന്താണ് എല്ലായിടത്തും ഒരേ സമയം എന്താണ് പ്രകാശം ലഭിക്കുന്നില്ല. ഒരു സ്ഥലത്ത് പ്രകാശം ലഭിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് ഇരുട്ടായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് രാത്രി വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് പകലായിരിക്കും. ഇതാണെന്ത്? ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരു പ്രവർത്തനം ചെയ്യാനാണ്. ഒരു ഗ്ലോബ്, അതിൻ്റെ മുകളിൽ ബൾബ് കെട്ടിയിട്ട് ഈ ഗ്ലോബ് ഇങ്ങനെ തിരിച്ചു നോക്കി ഒരു പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടികൾക്കുള്ള പരീക്ഷണമാണ്. 6ാം ക്ലാസ് ലെവലാകൊണ്ട് ആ ഒരു ലെവലിലുള്ള പരീക്ഷണമാണ്. നമുക്ക് നമ്മൾ ഈ പറഞ്ഞത് പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുള്ളത്. ഒരു ബൾബ് കെട്ടിയിട്ട് ഗ്ലോബ് ഇങ്ങനെ തിരിക്കുമ്പോൾ എന്താണ് ഗ്ലോബിൻ്റെ അടിഭാഗത്ത് ഇരുട്ടും മുകൾ ഭാഗത്ത് എന്താണ് വെളിച്ചവും ഉണ്ടാവും. ഈ ഒരു കൺസെപ്റ്റാണ് സൂര്യൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഈ ഒരു പരീക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ ഏതാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. സൂര്യനാണെങ്കിലോ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറാണ് സൂര്യന് അസ്തമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭൂമിയുടെ ഭ്രമണ ദിശ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അത് പരസ്പരം കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് സൂര്യൻ്റെ കാര്യം എടുക്കാം. സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിച്ചുകൊണ്ട് പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഭൂമി സ്വയം ഭ്രമണം ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സൂര്യന് നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭൂമിയുടെ ഭ്രമണ ദിശ. അപ്പോൾ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യന് കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നാനുള്ള കാരണമല്ല, അങ്ങനെ അനുഭവപ്പെടുന്നത്.
പിന്നെ രാത്രിയും പകലും ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു, ഭൂമിയുടെ ഈ ഒരു കറക്കം മൂലമാണെന്ത് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഭൂമിയുടെ ഈ ഒരു ഭ്രമണം അല്ലെങ്കിൽ ഈ ഒരു കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഭൂമി കറങ്ങി സൂര്യന് അഭിമുഖം എത്തുന്ന ഭാഗത്ത് പകലായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് രാത്രിയാകും. വീണ്ടും കറങ്ങി വരുമ്പോൾ നേരത്തെ ഇരുട്ടായിരുന്ന ഭാഗത്ത് എന്താവും, പകലാവും. ഈ പകലായിരുന്ന ഭാഗത്ത് ഇരുട്ടാവും. ഇതാണെന്ത് സംഭവിക്കുന്നത്. ഇതിനുള്ള ഒരു പരീക്ഷണമാണ് എന്ത്, ആ ഗ്ലോബ് ഇങ്ങനെ കറക്കിയിട്ട് ബൾബിൻ്റെ മുകളിൽ ബൾബ് വെച്ചിട്ട് ഗ്ലോബ് ഇങ്ങനെ കറക്കി പരീക്ഷണം ചെയ്തത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാനാണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യമാണ്, സൂര്യൻ എന്താണ് കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പിറ്റേന്ന് എന്ത് ചെയ്യും, വീണ്ടും കിഴക്ക് ഉദിക്കും. അത് നമുക്കൊരു റിപ്പീറ്റായി തോന്നാൻ കാരണം എന്താണ്, ഈ ഭൂമിയുടെ ഭ്രമണമാണ്. ഇതും എന്ത് ചെയ്യാണ്, ഒരു പ്രവർത്തനത്തിലൂടെ കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. ഗ്ലോബിൽ ഏകദേശം നമ്മുടെ സ്ഥാനം കണ്ടെത്താൻ, എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്കി പരീക്ഷണം നടത്താൻ തന്നെയാണ് വീണ്ടും തന്നിട്ടുള്ളത്. ബൾബിൻ്റെ ചോട്ടിൽ ഗ്ലോബ് വെച്ചിട്ട് പരീക്ഷണം നടത്താനാണ്. നമുക്ക് ആ പരീക്ഷണം നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണിത് പിന്നെ നമ്മളോട് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി റിപ്പീറ്റായി പറയുന്നു എന്ന് മാത്രം. ഇത് ബേസിക് കാര്യങ്ങളാണ്, ഒരു 6ാം ക്ലാസ് ലെവലിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ PSC ലെവലിൽ ചോദ്യം വരുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും ആ ഒരു പരീക്ഷാ ഹാളിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥയും കാരണം എന്താണ്, ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, തെറ്റിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന് നമ്മളെ ഈ ഒരു ഫുള്ള് മുഴുവൻ മൊഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിവിഷനും പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ സെഷന് നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷയിലുള്ള ടെൻഷൻ്റെ പകുതി കുറഞ്ഞു കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഭൂമിയുടെ കറക്കം കാരണമാണ് എന്ത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയം ഉണ്ടാകുന്നതും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ കാരണം ഭൂമിയുടെ ഈ കറക്കാണ്. ഭൂമിയുടെ ഈ കറക്കത്തെ പറയുന്ന പേരാണ് ഭ്രമണം എന്നുള്ളത്. ഭൂമിയുടെ ഈ ഒരു കറക്കത്തെ പറയുന്ന പേരാണെന്ത്, ഭ്രമണം എന്നുള്ളത്. സ്വയം ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതാണെന്ത്, ഭ്രമണം എന്ന് പറയുന്നത്. നമ്മളെ പമ്പരം ഒക്കെ കറങ്ങുന്നത് പോലെ കറങ്ങുന്നതാണെന്ത്, ഭ്രമണം എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ചലനത്തിൻ്റെ ഭാഗത്ത് പഠിച്ചതാണ്. വർത്തുള ചലനം, ഭ്രമണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി ഇവിടെ ആ ഗ്ലോബ് വെച്ചുള്ള പരീക്ഷണം ചെയ്യാനാണ്. ഇത് അതിൻ്റെ എന്താണ് പഠന പ്രവർത്തനത്തായിട്ട് എഴുതാനാണ്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പട്ടിക വിശകലനം ചെയ്ത് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അവിടെ അത് കുട്ടികൾക്കുള്ള പ്രവർത്തനമാണ്, നമുക്കതിൽ നോക്കേണ്ട കാര്യമില്ല. സൂര്യൻ എന്താണ് ദിവസവും കിഴക്കുതിരിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് എന്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇവിടെ എന്താണ് ചന്ദ്രനെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ 3 ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചന്ദ്രനെ എന്താണ് ഒരു അർദ്ധചന്ദ്രനല്ല, ചെറിയ ഒരു പീസായിട്ട്, ഒരു തേങ്ങാമുറി പോലുള്ള ഒരു പീസായിട്ടാണ് ആദ്യത്തെ പിക്ചറിൽ ചന്ദ്രനെ കാണുന്നത്. രണ്ടാമത്തേതിൽ അർദ്ധചന്ദ്രനായിട്ട് കാണും. മൂന്നാമത്തേതിൽ എന്താണ് പൂർണ്ണ ചന്ദ്രനായിട്ടാണ് കാണുന്നത്. ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്നത് കുട്ടിയുടെ കാഴ്ചകളാണ്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാനെടുക്കുന്ന ദിവസം അല്ലെങ്കിൽ ദിവസം ആണ് ചോദിച്ചത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. ചന്ദ്രൻ ഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്, പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം നമുക്ക് മാറി മാറി കാണുന്നത്. ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം നമുക്ക് മാറി മാറി കാണാൻ കാരണം എന്താണ്, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. 27 ദിവസം കൊണ്ടാണ് എന്ത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, 27 ദിവസമാണ്. 27 ദിവസമാണ് എന്ത് ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ്. പരിക്രമണ കാലയളവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാനെടുക്കുന്ന ദിവസമാണെന്ത് പരിക്രമണ കാലയളവ് എന്ന് പറയുന്നത്. അതെത്രയാണ്,
27/1/3 ദിവസമാണ്. 27/1/3 ദിവസമാണ് എന്ത് ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ്. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് ചുറ്റും ചന്ദ്രന് ഒരു പരിക്രമണം പൂർത്തിയാക്കാനെടുക്കുന്ന സമയമാണെന്ത് പരിക്രമണ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു 27/1/3 ദിവസം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളെ ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ ആദ്യ സ്റ്റേജിൽ 1ാം സ്റ്റേജിലോ അതോ 2ാം സ്റ്റേജിലോ വന്ന ചോദ്യമാണെന്ത് ഇത് ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് എന്താണ്? ഒരു പരീക്ഷണം ചെയ്യാനാണ്. ആ പരീക്ഷണം എന്താണ്? ഒരു കുട്ടിയുടെ ആംഗിളിൽ നിന്നുള്ള ഓരോ ബോളുകളെ വെച്ചിട്ടുള്ള ഓരോ പരീക്ഷണങ്ങളാണ്. നമുക്ക് അവിടെ അതും നോക്കേണ്ട ആവശ്യമില്ല, കാരണം 6ാം ക്ലാസ് ലെവലാവുകൊണ്ട് നമുക്ക് എന്താണ് കുട്ടികൾക്ക് പരീക്ഷണങ്ങളിലൂടെ പഠിക്കുന്നതിനുള്ള ഒരിതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങളിലൂടെയാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി കുട്ടികൾക്ക് മനസ്സിലാവും. 6ാം ക്ലാസ് ലെവലല്ലേ, അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നിരന്തരം തരുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഓരോ പോയിന്റുകളും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം താഴെയുള്ള പട്ടിക പൂർത്തിയാക്കാനാണ്. വെസ്റ്റ്, ഈസ്റ്റ്, അപ്പോൾ പടിഞ്ഞാറാണ് ഇത്. പടിഞ്ഞാറും അതുപോലെ എന്താണ് കിഴക്കും, ഈ 2 സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കുട്ടി ആദ്യം പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ചന്ദ്രൻ എന്താണ് സ്റ്റേജ് 1 ചന്ദ്രൻ എന്താണ് കാണാൻ കഴിയുന്നില്ല. 2 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തേങ്ങാ പൂളിൻ്റെ ആ ഒരു വലുപ്പത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 3 എന്ത് ചെയ്യുന്നുണ്ട്? അർദ്ധ വൃത്താകൃതിയിൽ ചന്ദ്രനെ കാണുന്നുണ്ട്. 4 കുറച്ചും കൂടി വലുതായിട്ട്, അർദ്ധ വൃത്താകൃതിനേക്കായി ഒന്നുകൂടി വലുതായിട്ട് കാണുന്നുണ്ട്. പോയിൻ്റ് 5 എന്താണ്? പൂർണ്ണ ചന്ദ്രനെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കുക. ഇനി എന്താണ്? ഇനി ഇതിൽ താഴെ ടേബിൾ ഉണ്ട്. അപ്പോൾ ടേബിളിൽ അതിൻ്റെ ഉത്തരങ്ങളൊന്ന് മാച്ച് ചെയ്യാനാണ്. അത് ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ നോക്കാം, പട്ടിക 1ഉം 2ഉം പൂരിപ്പിക്കാനാണ്. പട്ടിക 1 ആദ്യം നമ്മൾ ചിത്രം നോക്കുക. അത് പോയിൻ്റ് 1 ചന്ദ്രൻ വരുമ്പോൾ എന്താണ്? അപ്പോൾ അതിൽ പട്ടിക 2 ഏതാണ് അത് വരുന്നത്? അത് അവർ യോജിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്താണ്? ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. ഇതാണെന്ത് അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റ് 1 എന്താണ്? ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗമാണെന്ത് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. ഇതാണെന്ത് അമാവാസി എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് 1. ഇപ്പോൾ ഇവിടെ എന്താണ്? പോയിൻ്റ് 1 ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗമാണെന്ത് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. ഈ ഒരു ദിവസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമാവാസി എന്ന് പറയുന്നത്. ഇനി പോയിൻ്റ് 3 ചന്ദ്രൻ്റെ അവസ്ഥ എന്താണ്? പോയിൻ്റ് 3 നോക്കാം. നമ്മുടെ നേരെ മുകളിലാണ്, ആ കുട്ടിയുടെ നേരെ മുകളിലാണ് പോയിൻ്റ് 3 ചന്ദ്രനെ എങ്ങനെയാണ്? അർദ്ധവൃത്താകൃതിയിലാണ് ചന്ദ്രനെ കാണുന്നത്. അപ്പോൾ ഇതിൽ കോളത്തിൽ ഏതാണ് ഇതിൽ വരിക? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നു. അതാണെന്ത് അർദ്ധചന്ദ്രൻ. അപ്പോൾ ഇതിൽ ആദ്യത്തേതാണെന്ത്? പട്ടിക 2 ആദ്യത്തേതാണ് ഈ 3ാം പോയിൻറ്റിന് മാച്ചിങ് വരുന്നത്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി എന്താണ്? ദൃശ്യമാകുന്നുണ്ട്. പൂർണ്ണമായിട്ടും ദൃശ്യമാകുന്നില്ല. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതിയാണ് ദൃശ്യമാകുന്നത്. അതാണെന്ത് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി പോയിൻ്റ് 5 നോക്കും. പോയിൻ്റ് 5 നോക്കുമ്പോൾ എന്താണ്? അവിടെ ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇതാണെന്ത് പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത്. 5 എന്താണ്? ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി 5 ചന്ദ്രൻ വരുമ്പോൾ എന്താണ്? ഇതിലേതാണ്? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. അപ്പോൾ ചന്ദ്രനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. അതാണെന്ത് പൗർണമി എന്ന് പറയുന്നത്. പൗർണമി ദിനത്തിൽ എന്താണ്? വെളിച്ചം കൂടും. അമാവാസി ആകുമ്പോൾ എന്താണ്? വെളിച്ചം തീരെ ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. അപ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നതാണെന്ത് അർദ്ധചന്ദ്രൻ. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണെന്ത് പൗർണമി. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണെന്ത് അമാവാസി. ആ അമാവാസി ദിനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തുണ്ട്? നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അമാവാസി ദിനങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല.
പൗർണമി ദിനങ്ങളിൽ നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാനും കഴിയും. പിന്നെയുള്ള നടുഭാഗത്തെത്തുമ്പോൾ നമുക്ക് എന്താണ് അർദ്ധചന്ദ്രനെയാണ് കാണാൻ കഴിയുക. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിക്ക് കൂടുതലായി കാണുന്നുണ്ട്. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോഴോ അപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇനി ഇതേ പരീക്ഷണം തന്നെ എന്താണ് ഒരു എമർജൻസി ലാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണെന്ത് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും അതുപോലെ നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണെന്ത് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണും. അതാണെന്ത് വൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും അതുപോലെ നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത രീതിയിലാണ് കാണുക. ആ വ്യത്യാസം മൂലമാണെന്ത് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇനി വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി എന്ന് പറയുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണും. നമുക്കറിയാം അമാവാസി ആകുമ്പോൾ ചന്ദ്രനെ തീരെ കാണില്ല, പൗർണമി ആകുമ്പോൾ ചന്ദ്രനെ മുഴുവനായി കാണും. ആ ഒരു ചന്ദ്രനെ മുഴുവനായി കാണുന്ന ആ ഒരു അവസ്ഥയാണ്, അതിനെയാണ് നമ്മളെന്ത് വൃദ്ധി എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുക? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് ചന്ദ്രൻ വരുമ്പോഴാണെന്ത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണിക്കുക. അതാണെന്ത് വൃദ്ധി എന്ന് പറയുന്നത്. പൗർണമിയിൽ നിന്ന് നേരെ തിരിച്ച് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം എന്ത് ചെയ്യും ഭൂമിയിൽ കാണുന്നത് കുറഞ്ഞു വരും. ഇതാണെന്ത് ക്ഷയം എന്ന് പറയുക. ക്ഷയം എന്ന് പറഞ്ഞത് ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഇപ്പോൾ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം എന്ത് ചെയ്യും ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരും. അപ്പോൾ നേരെ തിരിച്ച് നമ്മളെന്ത് ചെയ്യുക പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കാണുന്നത് എന്ത് ചെയ്യും കുറഞ്ഞു വരും. ഇതാണെന്ത് ക്ഷയം എന്ന് പറയും. അപ്പോൾ വൃദ്ധി ക്ഷയം. ഇപ്പോൾ ഈ വൃദ്ധി ക്ഷയം എന്നുള്ള രണ്ട് പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണെന്ത് വൃദ്ധി ക്ഷയം എന്നീ രണ്ട് പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലെന്താണ് വൃദ്ധി എന്താണ് ക്ഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒന്നും കൂടി പറയാം. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക്, അതായത് ചന്ദ്രനെ തീരെ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനെ കാണുന്നതിലേക്ക് നീങ്ങുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം എന്ത് ചെയ്യും കൂടുതൽ ദൃശ്യമായി വരും, അല്ലെങ്കിൽ കൂടുതലായി കാണും. അതാണെന്ത് വൃദ്ധി. എന്നാൽ നേരെ തിരിച്ച് പൗർണമിയിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് ചന്ദ്രനെ തീരെ കാണാതെ ആവുന്ന അവസ്ഥയായ അമാവാസിയിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ദൃശ്യമാവുന്നത് എന്ത് കുറഞ്ഞു വരും. ഇതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. ക്ഷയിക്കുക, ക്ഷയം. അതാണ് ഈ രണ്ട് വൃദ്ധിയും ക്ഷയവും രണ്ടും പ്രധാന പോയിന്റുകളാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ചന്ദ്രൻ്റെ ഭ്രമണ സവിശേഷത നോക്കാനും ഒരു പരീക്ഷണമാണ്. ഒരു ബോളും ഒരു ഗ്ലോബും അതുപോലെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ ശാസ്ത്ര പുസ്തകങ്ങളിൽ നോട്ട് ചെയ്യാനാണ്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ വരുന്നൊരു പോയിൻ്റാണെന്ന് ചന്ദ്രന് നമ്മൾ പറഞ്ഞതാണ് 27 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. അതേ സമയം എടുത്താണ് ഓരോ തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ പരിക്രമണം പൂർത്തിയാക്കുന്നത് 27/1/3 ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതേ സമയം തന്നെയാണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാനും ചന്ദ്രൻ എടുക്കുന്നത്.
അപ്പം ഇങ്ങനെ രണ്ടും ഒരേ സമയം തന്നെയാവുന്നത് കൊണ്ടാണ് എന്ത് നമുക്ക് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സമയത്തും എന്ത് ചന്ദ്രൻ്റെ ഒരേ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരാൻ കാരണം. ഇനി മാനത്തെ ചെങ്ങാതിമാർ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നക്ഷത്രങ്ങളെക്കുറിച്ച് ഈ കോളത്തിൽ ജസ്റ്റ് ഒരു കാര്യമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാനുള്ളൂ, പോയിൻ്റൊന്നും നോട്ട് ചെയ്യേണ്ടില്ല. നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം നമുക്ക് ഏകദേശം 3000 നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ആകാശത്ത്. ഭൂമിയുടെ ഭ്രമണം മൂലം എന്ത് ചെയ്യും, നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അപ്പോൾ നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. അതിനാൽ എന്താണ്, ഒരു രാത്രി മുഴുവൻ നമ്മൾ നിരീക്ഷിച്ചാൽ ഏകദേശം 6000 നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏകദേശം 6000 നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും കാണാം. അനേകം കോടി നക്ഷത്രങ്ങളാണ് എന്ത് ഈ പ്രപഞ്ചത്തിലുള്ളത്. നമ്മൾ ദൂരദർശിനി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അനേകം ലക്ഷങ്ങൾ എന്ത് ചെയ്യുക, അനേകം ലക്ഷം നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. അനേകം ലക്ഷം കോടി നക്ഷത്രങ്ങളാണെന്ത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളത്. ഇനി നക്ഷത്രങ്ങളുടെ ആകൃതി എന്നുള്ളൊരു ഭാഗമാണ്. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നുണ്ട്. നമുക്കറിയാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളാണെന്ത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അവ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശവും താപവും പുറത്തേക്ക് വിടുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഇതിൽ നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്യുക, സൂര്യനെയും നക്ഷത്രങ്ങളെയും എന്താണ് നമുക്ക് അതായത് നമ്മൾ നക്ഷത്രങ്ങളെ വരക്കുമ്പോൾ എന്താണ് പല ആകൃതിയിലാണ് വരക്കുന്നത്, ഗോളാകൃതിയിലല്ല വരക്കുന്നത്. പക്ഷേ സൂര്യനെയും ചന്ദ്രനെയൊക്കെ നമ്മൾ വരക്കുമ്പോൾ എന്താണ് അത് ഗോളാകൃതിയിലാണ് വരക്കുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആകാശ ഗോളങ്ങളാണിത് നക്ഷത്രങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും, നിരന്തരമായിട്ട് ദിശമാറ്റത്തിന് വിധേയമാകും. അതുകൊണ്ടാണ് എന്ത് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം എന്താണ്, അന്തരീക്ഷത്തിൻ്റെ നക്ഷത്രങ്ങളിൽ നേർരേഖയിൽ വരുന്ന പ്രകാശം എന്ത് ചെയ്യും, നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിലാണ് പ്രകാശം വരുന്നത്. പക്ഷേ അത് അന്തരീക്ഷത്തിലെത്തുമ്പോഴും അതിന് ദിശാമാറ്റം സംഭവിക്കും. അതുകൊണ്ടാണ് എന്ത് നമുക്ക് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് തോന്നാൻ കാരണം. നമ്മൾ പറഞ്ഞു സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളാണ് എന്ത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിലാണ് പ്രകാശങ്ങൾ വരിക ഭൂമിയിലേക്ക്. പക്ഷേ അന്തരീക്ഷത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രകാശങ്ങൾക്ക് ദിശാമാറ്റം സംഭവിക്കും. ഈ ദിശാമാറ്റം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്, നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് നേർരേഖയിൽ വരുന്ന പ്രകാശത്തിന് ദിശാമാറ്റം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെയാണ് ഇത് കടന്നു വരിക. ആ വിവിധ പാളികളിലൂടെ കിടക്കുമ്പോൾ ഓരോ പാളികളിലും എത്തുമ്പോൾ എന്ത് ചെയ്യും, ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ ദിശാമാറ്റം മൂലമാണ് നമുക്ക് ഇതെന്ത് മിന്നുന്നതായിട്ട്, നക്ഷത്രങ്ങളൊക്കെ മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം. ഇനി നമുക്കിവിടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ഭൂമിയേക്കാളും ഇരട്ടി വലിപ്പമുള്ള ഒരു നക്ഷത്രമാണെന്ത് സൂര്യൻ. എന്ന് വെച്ച് സൂര്യനാണ് ഏറ്റവും വലിയ നക്ഷത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളും ഉണ്ട്. ഭൂമിയും സൂര്യനും വെച്ച് നോക്കുമ്പോൾ സൂര്യന് വലിയ നക്ഷത്രം സൂര്യനാണ്. എന്നാൽ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഇവിടെ തിരുവാതിര നക്ഷത്രത്തിൻ്റെയും സൂര്യൻ്റെയും ഫോട്ടോ തന്നിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രവുമായി കമ്പയർ ചെയ്യുമ്പോൾ സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രമാണെന്ത് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. ഈ തിരുവാതിര നക്ഷത്രം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഖാദി ബോർഡ് പ്രിലിംസിൽ വന്ന ചോദ്യമാണെന്ത്, ആ ടൈറ്റായ 3ാം ഘട്ടത്തിൽ വന്ന ചോദ്യമാണിത്. ഈ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള ചോദ്യം. അത് നേരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ അവസാന ഭാഗമാണ്. അവിടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങളെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യന് വലുതായി തോന്നുന്നത്. ബാക്കിയുള്ള നക്ഷത്രങ്ങൾ എന്താണ്, അതിനേക്കാൾ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവയെ ചെറുതായിട്ട് തോന്നാൻ കാരണം. ശരിക്കും പറയുകയാണെങ്കിൽ സൂര്യനേക്കാൾ വലിപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. ഇനി ഇവിടെ തന്ന കോളത്തിലുള്ള ഒരു കാര്യം എന്താണ്? അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും? അതേ സെക്കൻഡിൽ കേൾക്കാനാകും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെൻറ്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരും. ഇത് ആ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഭൂമിയും തമ്മിലുള്ള ദൂരം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സൂര്യൻ കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? ആൽഫ സെൻറ്റോറിയാണ്. ആൽഫ സെൻറ്റോറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ആൽഫ സെൻറ്റോറിയാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നിന്നൊരു ഫോൺ ചെയ്താൽ 4 വർഷം കഴിഞ്ഞാലേ അതിൻ്റെ ശബ്ദം ഭൂമിയിലേക്ക് എത്തുള്ളൂ. അത്രയും ഡിസ്റ്റൻസിൽ, അത്രയും ദൂരത്തിലാണ് ആൽഫ സെൻറ്റോറി സ്ഥിതി ചെയ്യുന്നത്. ഇതാണെന്ത് നമുക്കതിൽ പഠിക്കാനുള്ള ഒരു പോയിൻ്റ്. അപ്പോൾ അത്രയും ദൂരങ്ങളിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ നക്ഷത്രങ്ങളെ ചെറിയതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇനി മാനത്തെ ചിത്രപുസ്തകം, അതായത് നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കോളത്തിൽ നോക്കാം. 1 മുതൽ 7 വരെ ഇങ്ങനെ പോയിൻ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു നക്ഷത്രങ്ങളുടെ സ്ഥാനമാണിത്. നക്ഷത്രങ്ങളുടെ സ്ഥാനമാണ് ഇങ്ങനെ ഈ കോളത്തിൽ തന്നിട്ടുള്ളത്. ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണെന്ത് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണെന്ത് നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു 7 ഡോട്ടുകൾ ഇട്ട ഈ ഒരു ചിത്രം. ഏകദേശം ഇതുപോലെയാണ് വരിക. പാശ്ചാത്യർ ഈ നക്ഷത്രക്കൂട്ടത്തിന് എന്താണ് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേരാണ് നൽകിയത്. വലിയ തവി എന്ന് അർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യക്കാരെന്താണ്, ഭാരതീയർ ഇതിനെ എന്താണ് സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ വലിയ തവി എന്നൊക്കെ പറയുന്നത് എന്താണ്? ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ്. അപ്പോൾ ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മളെന്ത് വലിയ തവി അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്ന്, വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന് പാശ്ചാത്യർ വിളിക്കുമ്പോൾ നമ്മൾ ഭാരതീയരെന്താണ് വിളിക്കുന്നത്? സപ്തർഷികൾ. സപ്തം എന്ന് പറഞ്ഞാൽ 7 എന്നാണ് അർത്ഥം. അപ്പോൾ സപ്തർഷികൾ, നമ്മൾ സപ്തസ്വരം എന്നൊക്കെ കേട്ടില്ലേ, 7 എന്നാണ് സപ്തം എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ സപ്തർഷികൾ എന്ന് പറയുന്നത് ഈ ഒരു 7 നക്ഷത്രത്തെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. അവിടെ കാണപ്പെടുന്ന അത്യാവശ്യം തിളക്കമുള്ള, സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളുടെ ഈ ഒരു കൂട്ടമാണ്. പാശ്ചാത്യർ അതിനെ ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞു. ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞാൽ വലിയ തവി എന്നാണ് അർത്ഥം. നമ്മൾ ഭാരതീയരാണെങ്കിൽ അതിനെന്താണ് സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത്. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യക്ക് വടക്കൻ ആകാശത്ത് കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെയും കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ നക്ഷത്രങ്ങളെ സപ്തർഷികളെ നമുക്ക് എന്ത് ചെയ്യാം? അർദ്ധരാത്രിയോടെ കാണാം. എന്നാൽ വേനൽക്കാലത്ത് എന്താണ് സന്ധ്യക്കാണ് ഇവയെ കാണുന്നത്. അത് വടക്കൻ ആകാശത്താണ് കാണുന്നത്. വേനൽക്കാലത്ത് വടക്കൻ ആകാശത്ത് സന്ധ്യക്ക് ഇവയെ കാണാം. എന്നാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അർദ്ധരാത്രിയോടെയും ഇവയെ കാണാം. ആരെ? ഈ സപ്തർഷികളെ. അപ്പോൾ സപ്തർഷികൾ, ബിഗ് ഡിപ്പർ എന്ന അല്ലെങ്കിൽ വലിയ തവി എന്നൊക്കെ പറയുന്നത് ഈ ഒരു 7 നക്ഷത്രങ്ങളെയാണ്. ഇനി നക്ഷത്ര ഗണങ്ങളെക്കുറിച്ച് നോക്കാം. ഇവിടെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന നക്ഷത്ര ഗണങ്ങൾ. വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയൻ. വേട്ടക്കാരൻ നക്ഷത്രമാണത്. ഓറിയൻ ആയിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ.
പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണിത് വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ കാലത്ത് ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ നക്ഷത്രം അല്ലെങ്കിൽ ഓറിയോൺ. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വെക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വെക്കുന്ന രേഖ ചെന്നെത്തുന്നത് എവിടെയാണ്? ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലക്ക് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ കാണാം. വേട്ടക്കാരൻ നക്ഷത്രങ്ങളെ നമുക്ക് കാണുന്നത് എപ്പോഴാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലക്ക് മുകളിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഓറിയൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണെന്ത്? തിരുവാതിര. ഇതായിരുന്നു ഖാദി ബോർഡ് 3ാം ഘട്ടം ആ ടൈറ്റായ പരീക്ഷയിൽ വന്ന ചോദ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഖാദി ബോർഡ് പ്രിലിംസിൽ വന്നത്. ജനുവരി എന്താണ്? വേട്ടക്കാരൻ നക്ഷത്രത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവാതിര നക്ഷത്രമാണ്. ഇത് നമ്മൾ പറഞ്ഞു സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രമാണ് തിരുവാതിര എന്ന് മുകളിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി തിരുവാതിരയെക്കുറിച്ചുള്ള അടുത്തൊരു പോയിൻ്റാണെന്ത്? വേട്ടക്കാരൻ നക്ഷത്രം അല്ലെങ്കിൽ ഓറിയോണിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണിത് തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം. ഇതാണെന്ത്? വേട്ടക്കാരൻ നക്ഷത്രം. ഇതിൽ ഈ ചുമപ്പ് കളറാണെന്ത്? തിരുവാതിര എന്ന് പറഞ്ഞത്. ഇത് നമുക്കിനി ചിത്രത്തിലാക്കുമ്പോൾ ഈ നക്ഷത്ര കൂട്ടത്തെ ഒരു ചിത്രമാക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ്റെ ചിത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ ചിത്രത്തിൻ്റെ രൂപമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വേട്ടക്കാരൻ്റെ വലത് ചുമലിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ചുവന്ന നക്ഷത്രത്തെയാണ് നമ്മൾ തിരുവാതിര എന്ന് പറയുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്നാണ് വേട്ടക്കാരൻ്റെ വലത് ചുമലിൻ്റെ ഭാഗത്ത് വരുന്ന ചുവന്ന നിറത്തിലുള്ള നക്ഷത്രത്തെയാണ് നമ്മൾ തിരുവാതിര എന്ന് പറയുന്നത്. സൂര്യനേക്കാൾ വലിപ്പമുള്ള ഒരു നക്ഷത്രമാണെന്ത്? തിരുവാതിര നക്ഷത്രം. അപ്പോൾ പഴയ കാലങ്ങളിൽ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഈ ഓറിയൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ നക്ഷത്രമാണ്. അതുപോലെ എന്താണ്? വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. അപ്പോൾ വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരക്കുന്ന രേഖാചിത്രം നേരെ ചെന്നെത്തുന്നത് എവിടെയാണ്? ധ്രുവ നക്ഷത്രത്തിലാണ്. പിന്നെ ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന നക്ഷത്രം ചുവന്ന നക്ഷത്രമാണെന്ത്? തിരുവാതിര എന്നുള്ളത്. അടുത്തതാണ് കശ്യപി അല്ലെങ്കിൽ കശ്യോപ്യ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്താണ് നമുക്ക് എന്ത് ചെയ്യുക? കശ്യപിയെ കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഉള്ള മാസങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ വടക്കൻ ആകാശത്ത് ദൃശ്യമാകുന്ന നക്ഷത്രഗണമാണെന്ത്? കശ്യപി അല്ലെങ്കിൽ കശ്യോപിയ എന്നുള്ളത്. അതിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു ഇംഗ്ലീഷ് അക്ഷരം എമ്മിൻ്റെ ഷേപ്പിലാണെന്ത്? ഈ കശ്യപി കാണപ്പെടുന്നത്. വടക്കൻ ആകാശത്താണ് ഈ കശ്യപി ദൃശ്യമാകുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിലാണെന്ത്? കശ്യപി വടക്കൻ ആകാശത്ത് ദൃശ്യമാകുന്നത്. ഇനി മലയാള മാസങ്ങളും താരാഗണങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നോക്കാം. ചില മാസങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്, അതൊന്ന് നോക്കാം. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണെന്ത്? ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഏകദേശം ഒരു തേളിൻ്റെ ഷേപ്പിലാണെന്ത്? ഈ ഒരു നക്ഷത്രക്കൂട്ടം ഉള്ളത്. അപ്പോൾ ഇവയെ നമ്മൾ ക്രമമായി യോജിപ്പിച്ച് ഏകദേശം ഒരു തേളിൻ്റെ രൂപമാണ് ലഭിക്കുക. ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണെന്ത്? വൃശ്ചികം എന്ന് പറയുന്നത്. അപ്പോൾ വൃശ്ചിക മാസം, മലയാളം മാസത്തിലെ വൃശ്ചികം എന്താണ്? ഈ ഒരു തേളിൻ്റെ രൂപമുള്ള ഈ ഒരു നക്ഷത്ര കൂട്ടമാണ്. വൃശ്ചികം എന്നത് എന്താണ്? മലയാള മാസത്തിൻ്റെ ഒരു പേരാണ്. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ എന്തുണ്ട്? ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേളിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? വൃശ്ചിക മാസമാണ്. തേളിൻ്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടം ഏതാണ്? വൃശ്ചിക മാസമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലക്ക് മുകളിൽ അല്പം മാത്രം തെക്കുമാറിയാണെന്ത്? ഈ വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രത്തെ കൂട്ടത്തെ കാണപ്പെടുന്നത്.
ഇനി ഇവിടെ ഒരു നക്ഷത്ര മാപ്പ് ഉണ്ട്. ഇവിടെ നക്ഷത്രത്തിൻ്റെ മാപ്പ് തന്നിട്ട് ഇത് കുത്തനെ പിടിച്ചിട്ട് ആകാശത്തേക്ക് നമ്മുടെ തലക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനാണ് ഈ ഒരു മാപ്പ് തന്നിട്ടുള്ളത്. തിരുവാതിര, ഓറിയൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണിത് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാപ്പ് ഉപയോഗിച്ച് നമ്മളോട് നക്ഷത്ര നിരീക്ഷണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് എന്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള ഈ ഒരു മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു മൊഡ്യൂളുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. അതിനുശേഷം വരുന്ന മൊഡ്യൂൾ പ്രകാശമാണ്. ആ 2 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന മൊഡ്യൂളാണേത് ബയോളജി മൊഡ്യൂളാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ബയോളജി മൊഡ്യൂളോട് കൂടി നമ്മുടെ ഈ ഒരു SCRT സീരീസ് അവസാനിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കും. ഇതുവരെ ഉള്ളതൊക്കെ നന്നായി ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.